പോകാം. ഇനി ഇടുക്കിയിൽ നിന്നുള്ള ചില യാത്രികരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് എന്ന് കേൾക്കാം. നല്ല അഭിപ്രായം, നല്ലല്ലേ, സ്ത്രീകൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഏറെ ഉപകാരമായിരിക്കും. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്കൊന്നുമില്ല. നല്ല കാര്യമാണ് സ്ത്രീകൾക്ക് ഇങ്ങനൊരു സൗജന്യമായിട്ട് ഒരു പദ്ധതി തുടങ്ങിയത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ സ്റ്റുഡൻ്റാണ്. അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. KSRTCക്ക് ഇപ്പോൾ ഒരുവിധം ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഉല്ലാസയാത്രയൊക്കെ ചെയ്ത് ഒരുവിധം ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. പാതി ഭാഗം നല്ലതും പാതി ഭാഗം ചീത്തയാണ്. കാരണം KSRTC ഒന്നാമത് ഡ്രൈവർമാർക്കൊന്നും ശമ്പളം ഇല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗണേഷ് കുമാർ ഇത്രയാക്കി വെച്ചത്. അത് സൗജന്യ യാത്ര കൊടുത്താൽ വണ്ടിയെല്ലാം കട്ടപ്പുറത്താവും. എല്ലാ ജോലിക്കാർക്കും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ വികലാംഗരോ അല്ലെങ്കിൽ വയ്യാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സൗജന്യം, അല്ലാതെ 365 ഒരു കുഴപ്പമില്ലാതെ പോകുന്നവർക്ക് കൊടുത്തിട്ട് തന്നെ ഒരു കാര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ നല്ലതാണ്. KSRTCക്ക് പൈസ ഉണ്ടെങ്കിൽ നല്ല കാര്യം. പൈസ ഇല്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.